പശ്ചിമേഷ്യയിൽ മറ്റൊരു പോർമുഖം തുറക്കുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം. സിറിയൻ വ്യോമതാവളത്തിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണം നടത്തിയതോടെയാണ് ആശങ്ക ശക്തമായത്. ഇസ്രായേൽ ആക്രമണം പുതിയ നയതന്ത്ര സംഘർഷങ്ങൾക്ക് വഴിവെക്കുമെന്ന് അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ട്. ആക്രമണം സിറിയയിൽ തുർക്കി സൈനികരെ വിന്യസിച്ചതിന് മറുപടിയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. നെതന്യാഹുവിന്റെ ആരോപണം സിറിയ നിഷേധിച്ചു. സിറിയയിലെ ആക്രമണം അനിവാര്യമെന്നും ഗാസയിലേതിനേക്കാൾ വലിയ ആക്രമണത്തിന് സാധ്യതയെന്നുമുള്ള ഇസ്രായേൽ വിദേശകാര്യ മന്ത്രിയുടെ പ്രഖ്യാപനം വരാനിരിക്കുന്ന മറ്റൊരു യുദ്ധത്തിന്റെ സൂചനയെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തോടുകൂടി മിഡിൽ ഈസ്റ്റിൽ വീണ്ടും സംഘർഷം രൂക്ഷമാകുന്നു. ഓഗസ്റ്റ് 18-ന് തുർക്കി അതിർത്തിയോട് ചേർന്ന അബു അൽ ദുഹർ വ്യോമത്താവളത്തിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ റൺവേയും സംഭരണ കേന്ദ്രവും തകർന്നു. ആഭ്യന്തര യുദ്ധകാലത്ത് പ്രവർത്തനരഹിതമായി കിടന്ന വ്യോമത്താവളം സമീപകാലത്ത് തുർക്കിയുടെ സഹായത്തോടുകൂടിയാണ് സിറിയ പുനർനിർമ്മിച്ചത്. 2024-ൽ ഇറാന്റെ പിന്തുണയുള്ള ബാഷർ അൽ അസാദ് പുറത്തായ ശേഷം അധികാരത്തിലെത്തിയ സർക്കാർ US-ന്റെയും തുർക്കിയുടെയും പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത്. സിറിയയിൽ ഇസ്രായേൽ നടത്തിയ അനാവശ്യ പ്രകോപനമാണിതെന്ന് US വിമർശിച്ചു. അബു അൽ ദുഹർ വ്യോമതാവളത്തിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അമേരിക്കൻ ഭരണകൂടത്തിനും പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. തുർക്കിയുമായി അമേരിക്ക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനിടെ ഇസ്രായേൽ നടത്തിയ ആക്രമണം മേഖലയിൽ പുതിയ നയതന്ത്ര സംഘർഷങ്ങൾക്ക് വഴിവെച്ചേക്കാമെന്നാണ് നിരീക്ഷകരുടെ വിലയിരുത്തൽ. എന്നാൽ തുർക്കി സൈന്യം സിറിയയിലെ വിന്യസിക്കുന്നതിനെ തടയാനാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അലപ്പോക്ക് സമീപനം തുർക്കി സൈനികരെ വിന്യസിക്കാൻ സിറിയ അനുമതി നൽകിയത് ഇസ്രായേലും സിറിയയും തമ്മിലെ ധാരണ ലംഘിക്കുന്നു എന്നതാണ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണം. തുർക്കി സൈനിക സാന്നിധ്യം തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാകുമെന്ന് സിറിയയ്ക്ക് പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും നെതന്യാഹു വ്യക്തമാക്കി. ആക്രമണത്തിന് പിന്നാലെ സിറിയ ഇസ്രായേലിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി. ആക്രമണം സിറിയയുടെ പരമാധികാരത്തിന്റെയും അഖണ്ഡതയുടെയും വ്യക്തമായ ലംഘനമാണെന്ന് സിറിയൻ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയ അബു അൽ ദുഹർ വ്യോമത്താവളത്തിൽ സൈനിക പരിശീലനത്തിന്റെയും വിശാലമായ സൈനിക സഹകരണത്തിന്റെയും ഭാഗമായി തുർക്കി സൈനികർ സന്ദർശിച്ചിരുന്നു എന്നതല്ലാതെ സൈനിക താവളമോ സങ്കേതമോ സ്ഥാപിക്കാൻ ഒരു പദ്ധതിയുമില്ലായിരുന്നുവെന്ന് സിറിയൻ വിദേശകാര്യമന്ത്രി ആസ്ദുൽ ഷൈബാനി വ്യക്തമാക്കി. ഈ വ്യോമത്താവളം സിറിയൻ വ്യോമസേനയുടെ ഉപയോഗത്തിനായി പുനർനിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ആക്രമണത്തെ അപലപിച്ച ജോർദാനും ഖത്തറും സിറിയയ്ക്കെതിരായ ഇസ്രായേൽ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ഉയർത്തിയിരിക്കുകയാണ് തുർക്കിയും. അതേസമയം സിറിയയിലെ ആക്രമണം അനാവശ്യമാണെന്നും അത് ഗാസയിലേതിനേക്കാൾ ശക്തമാണെന്നും ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറിന്റെ പ്രഖ്യാപനം മറ്റൊരു പോർമുഖം കൂടി തുറന്നിരിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. ഇറാനേക്കാൾ ഇപ്പോൾ വലിയ വെല്ലുവിളി ഉയർത്തുന്നത് തുർക്കിയും സിറിയയുമാണെന്ന നിലപാടിലാണ് ഇസ്രായേൽ. തുർക്കി സിറിയയിലെ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചതായി തങ്ങൾക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് ലഭിച്ചുവെന്നും അമേരിക്കയിലെ ഇസ്രായേൽ സ്ഥാനപതി എച്ചിഎൽ റെയ്തറും വെളിപ്പെടുത്തി. തുർക്കിയിലെയോ സിറിയയിലെയോ യുദ്ധമോ സംഘർഷമോ വർദ്ധിപ്പിക്കണമെന്ന് തങ്ങൾക്ക് യാതൊരു ഉദ്ദേശവുമില്ല എന്നും എന്നാൽ അവർ പരിധി ലംഘിച്ചിരിക്കുകയാണെന്നും എച്ചിഎൽ റെയ്തർ ജെറുസലേം പോസ്റ്റിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. തുർക്കി സിറിയയിൽ സൈനിക സാന്നിധ്യം വർദ്ധിപ്പിച്ചിരിക്കുന്നത് മുൻധാരണകളുടെ ലംഘനമാണെന്നും അതുകൊണ്ട് ഇസ്രായേൽ ഇങ്ങനെ പ്രതികരിക്കേണ്ടി വന്നിരിക്കുന്നുവെന്നും റെയ്തർ ന്യായീകരിച്ചു. ഇസ്രായേൽ കൃത്യമായ സന്ദേശം നൽകുകയാണ് ചെയ്തതെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതികരിച്ചു. ബൈഡൻ ഭരണകാലത്ത് ഇസ്രായേൽ സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാരയും തമ്മിലുണ്ടായ ധാരണയ്ക്ക് ഘടകവിരുദ്ധമായ നീക്കമാണ് ഇപ്പോൾ അവരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. സിറിയയിലെ നിലവിലെ സ്ഥിതി തുടരാനായിരുന്നു തീരുമാനം. 2026-ൽ പാരീസിൽ നടന്ന യോഗത്തിൽ ഈ നിലപാട് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഞങ്ങൾ സിറിയയിൽ കേവലം 78 ചതുരശ്ര മൈൽ മാത്രമാണ് കൈയടക്കിയിരിക്കുന്നത്. ഇതൊരു സുരക്ഷിത മേഖലയായാണ് അന്താരാഷ്ട്ര സംഘടനകൾ അംഗീകരിച്ചിരിക്കുന്നത്. എന്നാൽ തുർക്കി വടക്കൻ സിറിയയിലെ 3500 ചതുരശ്ര മൈൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അധീനതയിലാക്കിയിരിക്കുന്നു. അതായത് സിറിയൻ ഭൂപ്രദേശത്തിന്റെ 5% തുർക്കിയുടെ കൈവശമാണെന്നും ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു. സിറിയയിലെ ഇസ്രായേൽ ആക്രമണത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും അപലപിച്ചില്ലെന്നും നെതന്യാഹു പറഞ്ഞു. സിറിയക്കാർ ഞങ്ങളുമായി ഏറ്റുമുട്ടലിന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുതെന്ന് തുർക്കി ഭരണകൂടത്തോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. തുർക്കിയുടെ നീക്കങ്ങൾ
സിറിയയ്ക്കുമേൽ അടിച്ചേൽപ്പിക്കുന്നതിന് ധാരാളം സൂചനകളുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. തുർക്കി പ്രസിഡന്റ് റെസെപ് തയ്യിപ് എർദോഗൻ ഇസ്രായേലിനെതിരെ ആവർത്തിച്ച് നടത്തുന്ന കുറ്റപ്പെടുത്തലുകളും ബെഞ്ചമിൻ നെതന്യാഹു ചൂണ്ടിക്കാട്ടി. ഇസ്രായേൽ മാനവരാശിയുടെ പാപക്കറയാണെന്ന തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഹിദാന്റെ പ്രസ്താവനയും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഞങ്ങളെ കുറ്റം പറയുമ്പോൾ തന്നെ തുർക്കി ഹമാസ് നേതാക്കളെ ഇവിടെ സൽക്കരിക്കുന്നു. ഹിസ്ബുള്ളയും ഹമാസിനും പണം നൽകുന്നു. ഇറാന് ഇസ്രായേലിനെതിരെ പ്രയോഗിക്കാൻ ആയുധങ്ങൾ നൽകുന്നു എന്നും അദ്ദേഹം ആരോപിച്ചു. ലെബനിലെയും സിറിയയിലെയും ആധിപത്യം ഉറപ്പിക്കാനുള്ള തുർക്കിയുടെ ഇത്തരം നീക്കങ്ങൾ ശരിയല്ല. നിലവിലെ സാഹചര്യത്തിൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ തുർക്കിക്ക് ആകില്ല. പതിറ്റാണ്ടുകൾക്ക് മുൻപ് ജെറുസലേമും അങ്കാറയും തമ്മിലുള്ള ബന്ധത്തിലേക്കുള്ള ഈ തിരിച്ചുപോക്കാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മേഖലയിലെ തുർക്കി സ്വാധീനം അതിന് ശേഷമാക്കാം. തുർക്കി ഭീകര സംഘടനകൾക്ക് ധനസഹായം നൽകുന്നതും മേഖലയിൽ സ്വാധീനം ഉറപ്പിക്കാൻ ശ്രമിക്കുന്നതും യുക്തിസഹമല്ലെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ചൂണ്ടിക്കാട്ടി. അതേസമയം ആക്രമണം അനാവശ്യമായ സംഘർഷം രൂക്ഷമാക്കുന്ന നടപടിയാണെന്ന് സിറിയ, ഇറാഖ് വിഷയങ്ങളിലെ US പ്രത്യേക പ്രസിഡൻഷ്യൽ ഉദ്യോഗസ്ഥനായ ടോം ബറാക്ക് പ്രതികരിച്ചു. ആക്രമണം മേഖലയിൽ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കുന്നതല്ലെന്നും ഇസ്രായേലുമായുള്ള സംഘർഷം കുറയ്ക്കാൻ സിറിയ അടുത്തിടെ നടത്തിയ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും ബറാക്ക് പറഞ്ഞു. കൂടുതൽ സൈനിക നടപടികളിലേക്ക് നീങ്ങാതെ സംയമനം പാലിച്ച് ചർച്ച തുടരുന്നതാണ് കൂടുതൽ ഫലപ്രദമായ മാർഗമെന്ന് അമേരിക്ക വിശ്വസിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് തുർക്കി ആവശ്യപ്പെട്ടു. ഗാസയിലേക്ക് മാനുഷിക സഹായവുമായി പോയ ഗ്ലോബൽ സുമത് ഫ്ലോട്ടിലെ കപ്പലുകൾക്ക് നേരെ അന്താരാഷ്ട്ര സമൂഹത്തിൽ വെച്ച് നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. നെതന്യാഹുവിനും ഉന്നത ഉദ്യോഗസ്ഥനായ അഫെക്സ് മൊസേക്കോവിച്ചിനുമെതിരെ ഇന്റർപോൾ റെഡ് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് തുർക്കി നീതിന്യായ മന്ത്രി അഖിൻ ഗുർലേക്ക് ആണ് ആവശ്യപ്പെട്ടത്. അന്താരാഷ്ട്ര തലത്തിൽ അവരെ പിടികൂടുന്നതിനായി ഇന്റർപോൾ റെഡ് നോട്ടീസ് തേടാൻ നീതിന്യായ മന്ത്രാലയം ആവശ്യപ്പെട്ടു. മനുഷ്യത്വരഹിതമായ കുറ്റകൃത്യങ്ങൾ, വംശഹത്യ, നിയമവിരുദ്ധമായി തടഞ്ഞുവയ്ക്കൽ, പീഡനം തുടങ്ങിയ കുറ്റങ്ങളിലാണ് അവർ വിചാരണ നേരിടേണ്ടത്. എന്തായാലും പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് പടരുമോ എന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര സമൂഹം.